നമസ്കാരം. ഇന്നത്തെ ഈ പുതിയ വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉൽപ്പാദനക്ഷമത എങ്ങനെ ഏറ്റവും മികച്ചതാക്കാമെന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രായോഗികമായൊരു കോൺസെപ്റ്റാണ് നമ്മളിന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആളായാലും അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളായാലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ 100% സഹായിക്കും. ഒരു നിമിഷം ഈ ചോദ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ ആളുകളെ ജോലിക്ക് വെച്ചാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഉൽപ്പാദനത്തെ തന്നെ പൂർണ്ണമായും തകർത്തേക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിരോധാഭാസമായി തോന്നാം, അല്ലേ? കൂടുതൽ ആളുകളും വിഭവങ്ങളും ചേർക്കുന്നത് എങ്ങനെ നമ്മുടെ ഔട്ട്പുട്ട് നശിപ്പിക്കും എന്ന ഈ കൗതുകകരമായ കാര്യമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഉൽപ്പാദനത്തിലെ ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മളിന്ന് പ്രധാനമായും 6 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനങ്ങൾ, ഉൽപ്പാദനം അളക്കുന്ന രീതികൾ, ഉൽപ്പാദനത്തിന്റെ 3 വ്യത്യസ്ത ഘട്ടങ്ങൾ, പിന്നെ ഒടുവിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായ ആ മികച്ച സ്ഥാനം അഥവാ ആ സ്വീറ്റ് സ്പോട്ട് കണ്ടെത്തുക എന്നിവയാണവ. ഇതിൽ ഒന്നാമത്തെ ഭാഗം ദ ലോ ഓഫ് പ്രൊപ്പോർഷൻസ് അഥവാ അനുപാതങ്ങളുടെ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫാക്ടറി ഫ്ലോറിലെ ചില അടിസ്ഥാന നിയമങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എന്താണ് ഈ അനുപാതങ്ങളുടെ നിയമം? ഹ്രസ്വകാലയളവിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധമാണ് ഈ നിയമം വിശദീകരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഇവിടെ ചില കാര്യങ്ങൾ ഫിക്സ്ഡ് ആണ്, അതായത് നിങ്ങളുടെ ഫാക്ടറിയുടെ വലിപ്പമോ അല്ലെങ്കിൽ കൃഷിഭൂമിയോ പോലെ. എന്നാൽ വേറെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാൻ കഴിയും. ഉദാഹരണത്തിന് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം. പരിമിതമായൊരു ഫാക്ടറിയിൽ ഇങ്ങനെ കൂടുതൽ തൊഴിലാളികളെ ചേർക്കുമ്പോൾ കൃത്യമായി അവിടെ എന്ത് സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ ഈ തിയറി ഒരു ഗോൾഡിലോക്സ് യാത്ര പോലെയാണ് എന്നതാണ്. നിങ്ങൾ ഈ ഫിക്സഡായ വിഭവങ്ങളിലേക്ക് ആളുകളെ ചേർക്കുമ്പോൾ മൊത്തം ഉൽപ്പാദനം ആദ്യം അതിവേഗം വർദ്ധിക്കും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ആ വർധനവിന്റെ വേഗത മെല്ലെ കുറയാൻ തുടങ്ങും. അതിനുശേഷവും നിങ്ങൾ വീണ്ടും ആളുകളെ ചേർത്തുകൊണ്ടേയിരുന്നാൽ ഒടുവിൽ ഉൽപ്പാദനം താഴേക്ക് പതിക്കും. വളരെ കുറവ്, പാകത്തിന് വളരെ കൂടുതൽ, അതാണ് അവസ്ഥ. ഈ നിയമം കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ ഈ 4 അടിസ്ഥാന കാര്യങ്ങൾ നിലനിൽക്കണം. 1. ടെക്നോളജിയിലെ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. 2. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഘടകം മാത്രം മാറുകയും മറ്റുള്ളവ ഫിക്സഡ് ആയിരിക്കുകയും വേണം. 3. ഉൽപ്പാദനം അളക്കേണ്ടത് പണത്തിലല്ല, മറിച്ച് ഫിസിക്കൽ യൂണിറ്റുകളിലാണ്, അതായത് എത്ര കിലോ അല്ലെങ്കിൽ എത്ര എണ്ണം എന്ന്. അവസാനമായി ഇതൊരു ഷോർട്ട് ടേമിലേക്കുള്ള നിയമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് ഫാക്ടറിയുടെ വലിപ്പം തന്നെ മാറ്റാൻ കഴിയുമല്ലോ. ഇനി രണ്ടാമത്തെ ഭാഗം, നിങ്ങളുടെ ഉൽപ്പാദന ഔട്ട്പുട്ട് എങ്ങനെ അളക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫാക്ടറിയുടെ വിജയം കൃത്യമായി അളക്കാൻ പ്രധാനമായും 3 മെട്രിക്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അവ എന്തൊക്കെയെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ അളവുകോൽ ടോട്ടൽ പ്രൊഡക്റ്റ് അഥവാ മൊത്തം ഉൽപ്പാദനമാണ്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് ഒരു ദിവസം പുറത്തിറങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ ആകെ എണ്ണമാണിത്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മൊത്തം പ്രവർത്തനത്തിന്റെ ആകെത്തുക. രണ്ടാമത്തേത് ആവറേജ് പ്രൊഡക്റ്റ് അഥവാ ശരാശരി ഉൽപ്പാദനം. അതായത് ഓരോ തൊഴിലാളിയുടെയും മൊത്തത്തിലുള്ള കാര്യക്ഷമത എത്രയാണ് എന്നിത് കാണിക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന ആകെ എണ്ണത്തെ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. മൂന്നാമത്തേതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ അളവുകോൽ, മാർജിനൽ പ്രൊഡക്റ്റ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് കൃത്യം ഒരാളെ കൂടി പുതിയതായി ചേർക്കുന്ന ആ നിമിഷത്തിൽ മൊത്തം ഉൽപ്പാദനത്തിൽ എന്ത് വർധനവുണ്ടായി എന്ന് ഇത് കാണിക്കുന്നു. ഉൽപ്പാദനത്തിന്റെ ഗതി തന്നെ മാറ്റുന്നത് ഈ ഒരു അളവുകോലാണ്. ഈ അടിസ്ഥാന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനി നമുക്ക് ഉൽപ്പാദനത്തിന്റെ 3 പ്രധാന ഘട്ടങ്ങളിലേക്ക് കടക്കാം. ഘട്ടം 1, എല്ലാം വളരെ കൃത്യമായി നടക്കുന്ന ഒരു ഹണിമൂൺ കാലഘട്ടം എന്ന് തന്നെ പറയാം. അതായത് വർദ്ധിക്കുന്ന വരുമാനത്തിന്റെ ആദ്യഘട്ടം. ഈ 1ാം ഘട്ടത്തിൽ മൊത്തം ഉൽപ്പാദനം അതിവേഗം കുതിച്ചുയരുകയാണ്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ മാർജിനൽ പ്രൊഡക്റ്റ് ശരാശരി ഉൽപ്പാദനത്തേക്കാൾ മുകളിലാണ് എന്നതാണ്. ഇതിന് കാരണം ഉപയോഗിക്കാതെ കിടന്നിരുന്ന നിങ്ങളുടെ മെഷീനുകളും സ്ഥലവും കൂടുതൽ തൊഴിലാളികൾ വരുന്നതോടെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്. എല്ലാം വളരെ പെർഫെക്റ്റായി മുന്നോട്ടു പോകുന്ന സമയം. എന്നാൽ ഈ സുവർണ കാലഘട്ടം എന്നെന്നും അങ്ങനെ നിലനിൽക്കില്ല എന്ന് നമ്മൾ ഓർക്കണം. തൊഴിലാളികളുടെ ശരാശരി കാര്യക്ഷമത അഥവാ ആവറേജ് പ്രൊഡക്റ്റ് അതിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റിലെത്തുന്ന ആ നിമിഷം ഈ 1ാം ഘട്ടം അവസാനിക്കുകയാണ്. അതായത് നിങ്ങളുടെ മെഷീനുകളുടെ മുഴുവൻ കപ്പാസിറ്റിയും ഇപ്പോൾ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ യാത്രയുടെ മധ്യഭാഗത്തേക്ക് കടക്കുന്നത്. ഘട്ടം 2, കുറയുന്ന വരുമാനം അഥവാ ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഇവിടെ കാര്യങ്ങളുടെ വേഗത അല്പം മാറാൻ പോകുകയാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ഘട്ടത്തിൽ മൊത്തം ഉൽപ്പാദനം ഇപ്പോഴും വളരുന്നുണ്ട്, എന്നാൽ ആ വളർച്ചയുടെ വേഗത കുറഞ്ഞു വന്നു. ശരാശരി ഉൽപ്പാദനവും ഒപ്പം മാർജിനൽ പ്രൊഡക്റ്റും പതിയെ താഴേക്ക് വരുന്നുണ്ട്. എങ്കിലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം അവ രണ്ടും ഇപ്പോഴും പോസിറ്റീവാണ് എന്നതാണ്.
അതായത് പുതിയതായി വരുന്ന ഓരോ തൊഴിലാളിയും ഉൽപ്പാദനത്തിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവന നൽകുന്നുണ്ട്, ആ അളവ് കുറവാണെങ്കിൽ കൂടി. ഇതൊരു നിർണായക വഴിത്തിരിവാണ്. പുതിയതായി ഒരു തൊഴിലാളിയെ കൂടി നിങ്ങൾ നിയമിക്കുമ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ഉൽപ്പാദനത്തിലേക്ക് ലഭിക്കുന്ന സംഭാവന കൃത്യം 0 ഒരവസ്ഥ വരും. ഇവിടെ നിങ്ങളുടെ മൊത്തം ഉൽപ്പാദനം അതിന്റെ പരമാവധിയിലെത്തുന്നു. അതായത് ഇനി ഒരാളെ കൂടി ജോലിക്ക് ചേർത്താൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് സാരം. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന് തുടക്കത്തിൽ ചോദിച്ച ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് എത്തുകയാണ്. 5ാമത്തെ ഭാഗം, അതാണ് ഉൽപ്പാദന പ്രക്രിയയിലെ ഏറ്റവും വിനാശകരമായ 3ാം ഘട്ടം, നെഗറ്റീവ് വരുമാനം. തികഞ്ഞ അരാജകത്വം നിറഞ്ഞ ഒരു ഫാക്ടറി ഒന്ന് സങ്കൽപ്പിക്കുക. പരിമിതമായ സ്ഥലത്തേക്ക് ആവശ്യത്തിലധികം തൊഴിലാളികൾ വരുമ്പോൾ അവർ പരസ്പരം തടസ്സമാകുന്നു. തൽഫലമായി മൊത്തം ഉൽപ്പാദനം കുറയുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് 0-നും താഴെ, അതായത് നെഗറ്റീവ് ആകുന്നു. ഇവിടെ കൂടുതലായി വരുന്ന തൊഴിലാളികൾ ഉൽപ്പാദനം കൂട്ടുകയല്ല, മറിച്ച് നിലവിലുള്ള ഉൽപ്പാദനം കൂടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുവരെ ചർച്ച ചെയ്ത 3 ഘട്ടങ്ങളും ഒരൊറ്റ നോട്ടത്തിലൊന്ന് വിലയിരുത്താം. 1ാം ഘട്ടത്തിലെ അതിവേഗ വളർച്ചയും 2ാം ഘട്ടത്തിലെ കുറഞ്ഞ നിരക്കിലുള്ള വളർച്ചയും 3ാം ഘട്ടത്തിലെ തകർച്ചയും ഈ പ്രക്രിയയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആശയങ്ങൾ അടിസ്ഥാനമാക്കി ചിന്തിച്ചാൽ ഏതൊരു ബിസിനസ്സുകാരനും ബോധ്യമാകും 3ാം ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് തികച്ചും യുക്തിശൂന്യവും നഷ്ടവുമാണെന്ന്. അപ്പോൾ ഒരു ബിസിനസ് കൃത്യമായി എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും പ്രായോഗികമായ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ശരിയായ സ്ഥാനം, അഥവാ നിങ്ങളുടെ ബിസിനസ്സിന്റെ സ്വീറ്റ് സ്പോട്ട് കണ്ടെത്തൽ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ബുദ്ധിയുള്ളൊരു നിർമ്മാതാവ് എപ്പോഴും 2ാം ഘട്ടത്തിലായിരിക്കും പ്രവർത്തിക്കുക. വളർച്ചയുടെ നിരക്ക് കുറയുന്നുണ്ടെങ്കിലും പോലും നിങ്ങളുടെ റിസോഴ്സുകൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കപ്പെടുന്നതും ഉൽപ്പാദനം ഏറ്റവും ലാഭകരമായി തുടരുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. ഇതാണ് ശരിയായ സ്വീറ്റ് സ്പോട്ട്. നിങ്ങളുടെ ബിസിനസ്സിനെ 2ാം ഘട്ടത്തിൽ തന്നെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് നിങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ ഏറ്റവും മികച്ച ലെവൽ തീരുമാനിക്കാൻ സഹായിക്കുന്നു, വിഭവങ്ങൾ വെറുതെ പാഴാകുന്നത് തടയുന്നു. മാത്രമല്ല, ചിലവ് നിയന്ത്രിക്കാനും നിങ്ങളുടെ പക്കലുള്ള വിഭവങ്ങൾ വെച്ച് പരമാവധി ലാഭം ഉണ്ടാക്കാനും ഈ സിദ്ധാന്തം അത്യന്താപേക്ഷിതമാണ്. ഓർക്കുക, ഇതൊരു വെറും എക്കണോമിക്സ് തിയറി മാത്രമല്ല കേട്ടോ. ഒരു കൃഷിയിടത്തിൽ എത്ര തൊഴിലാളികൾ വേണമെന്ന് തീരുമാനിക്കാനും വലിയ ഫാക്ടറികളിലെ അസംബ്ലി ലൈനിൽ എത്ര പേർ നിൽക്കണമെന്ന് തീരുമാനിക്കാനുമൊക്കെ ദിനംപ്രതി ലോകമെമ്പാടും ഉപയോഗിക്കുന്ന വളരെ പ്രാക്ടിക്കലായ ഒരു അടിസ്ഥാന നിയമമാണിത്. ഇന്നീ നിയമം മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടെ ഞാൻ ഈ വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിസ്ഥലത്തോ നിങ്ങൾ വിഭവങ്ങൾ ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത്, അതോ പരിമിതമായ സൗകര്യങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ കുത്തിനിറച്ച് അറിയാതെ തന്നെ സ്വന്തം ഉൽപ്പാദനം നശിപ്പിക്കുകയാണോ? ഒന്ന് ഗൗരവമായി ചിന്തിച്ചു നോക്കൂ. ഈ അറിവ് നിങ്ങളുടെ ഉൽപ്പാദന രീതികളെ മികച്ചതാക്കാൻ തീർച്ചയായും സഹായിക്കും. ഒപ്പം നിന്നതിന് നന്ദി. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.